നമസ്കാരം. എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കാലാവസ്ഥ വ്യതിയാനം എന്തെന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥ വ്യതിയാനം താപനിലയിലും കാലാവസ്ഥ പാറ്റേണിലുമുള്ള ദീർഘകാല മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. സൂര്യന്റെ പ്രവർത്തനത്തിലോ വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം അത്തരം ഷിഫ്റ്റുകൾ സ്വാഭാവികമാണ്. എന്നാൽ 1800-കൾ മുതൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന ചാലകമാണ്. പ്രാഥമികമായി കൽക്കരി, എണ്ണ, വാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചതാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഹരിതഗ്രഹ വാതക ഉത്ഭവനം സൃഷ്ടിക്കുന്നു. അത് ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുന്നു. ഇത് സൂര്യന്റെ ചൂട് പിടിച്ചു നിർത്തുകയും താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രധാന ഹരിതഗ്രഹ വാതകങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡും മീഥെയ്നും ഉൾപ്പെടുന്നു. കാർ ഓടിക്കാൻ ഗ്യാസ് ഓയിൽ ഉപയോഗിച്ചോ കെട്ടിടം ചൂടാക്കാൻ കൽക്കരി ഉപയോഗിച്ചോ ആണ് ഇവ വരുന്നത്. കാടുകൾ വെട്ടിത്തെളിക്കുകയും ഭൂമി വെട്ടിത്തെളിക്കുകയും ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. കൃഷി, എണ്ണ, വാതക പ്രവർത്തനങ്ങൾ എന്നിവയാണ് മീഥേൻ ഉത്ഭവത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ. ഊർജം, വ്യവസായം, ഗതാഗതം, കെട്ടിടങ്ങൾ, കൃഷി എന്നിവയാണ് ഹരിതഗൃഹ വാതകങ്ങൾക്ക് കാരണമാകുന്ന പ്രധാന മേഖലകൾ. കഴിഞ്ഞ 200 വർഷത്തിനിടയിലെ എല്ലാ ആഗോള താപനങ്ങൾക്കും മനുഷ്യൻ ഉത്തരവാദിയാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ തെളിയിച്ചിട്ടുണ്ട്. മുകളിൽ സൂചിപ്പിച്ചതുപോലുള്ള മനുഷ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2000 വർഷത്തിനിടയിൽ എപ്പോഴത്തെക്കാളും വേഗത്തിൽ ലോകത്തെ ചൂടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് കാരണമാകുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.